ഒരു ഗൂഢാലോചനയും പ്രശ്നമില്ല. ഒരു സർക്കാർ ഓഫീസ്, DF ഓഫീസ്, അതും ഇന്നലെ അവധി ദിവസമാണ്. ആ അവധി ദിവസത്തിൽ പൊട്ടിക്കിടക്കുന്ന ഒരു സർക്കാർ ഓഫീസിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അടിച്ച് പൊളിച്ച് നശിപ്പിക്കുകയാണ്. അതിനൊരു MLA നേതൃത്വം നൽകുകയാണ്. ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. യാതൊരു വിധമുള്ള നിയമവാഴ്ചയും ഇല്ലാത്ത സ്ഥിതിവിശേഷം വരുമല്ലോ. ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. ഇതിലൊരു ഗൂഢാലോചനയുടെയും പ്രശ്നം ഇതിനകത്ത് നിൽക്കുന്നില്ല. രാത്രി ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ എത്തിച്ചുകൊണ്ട് അത്ര തന്നെ വിളിച്ചു പറഞ്ഞില്ല. രാത്രി നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിലാണല്ലോ പോലീസ് വന്ന് നോട്ടീസ് നൽകി അർദ്ധരാത്രിയോളം കൊണ്ടുപോയത് അദ്ദേഹം തന്നെയല്ലേ? നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങളോട് ഒക്കെ സംസാരിക്കാനുള്ള അവസരം നൽകി വൈദ്യപരിശോധന വേണമെന്നുണ്ടെങ്കിൽ അത് നടത്തി. എല്ലാ സാവകാശങ്ങളും എടുത്തുകൊണ്ടാണ് ആ നടപടികൾ പൂർത്തിയാക്കിയതെന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരും കൊടുത്തിട്ടുള്ള ചാനലിലൂടെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. അതിനകത്ത് വേറെ ഗൂഢാലോചനയുടെ പ്രശ്നം ഒന്നുമില്ല.